നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തിന്റെ പൊതുഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അനിഴം നക്ഷത്രത്തിൽ ഒരു വ്യക്തി ജനിച്ചാൽ എന്തൊക്കെ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി അനിഴം നക്ഷത്രം ഏത് ഗണത്തിലാണ് ജനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനിഴം നക്ഷത്രം ഒരു ദേവഗണ നക്ഷത്രമാണ്. അതുപോലെ അനിഴം നക്ഷത്രത്തിന്റെ ദേവൻ മിത്രനാണ്. അനിഴം നക്ഷത്രത്തിന്റെ വൃക്ഷം ഇലഞ്ഞിയാണ്. അനിഴം നക്ഷത്രത്തിന്റെ മൃഗം മാനാണ്. അത് അനിഴം നക്ഷത്രത്തിന്റെ പക്ഷി കാക്കയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അനിഴം നക്ഷത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വളരെ മനോഹരമായ പെരുമാറ്റത്തിന്റെ ഉടമകളാണ്. ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവരാണ് അനിഴം നക്ഷത്രത്തിൽ കൂടുതലും. മറ്റുള്ളവർക്ക് എന്ത് ആവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും ഉപകരിക്കുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. എല്ലാവരോടും വളരെയേറെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രാഷ്ട്രീയം, പോലീസ് മേഖലയിൽ ജോലി ചെയ്യുവാൻ വളരെ സാധ്യത കൂടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏത് മേഖലയിൽ പോയി പ്രവർത്തിച്ചാലും അവിടെ ഇവർക്കൊരു സ്ഥാനം എപ്പോഴും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹശേഷം ഇവർ രണ്ട് വശങ്ങളിലായി മാറി നിൽക്കുവാനുള്ള അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. മനസ്സിന് പെട്ടെന്ന് വിഷമം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. തൊട്ടാവാടികൾ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് മനസ്സിന് വിഷമം ഉണ്ടാവുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് അനിഴം നക്ഷത്രം. ഇവർ എന്തു പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുകയും അതുപോലെ ഏത് കാര്യത്തിന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന നക്ഷത്രവുമാണ് അനിഴം നക്ഷത്രം. അതുപോലെ അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികളുമായി വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയുമായി വിട്ടുപിരിഞ്ഞു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകും. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശം വസിക്കേണ്ടതായിട്ടുള്ള യോഗവും ഇവർക്കുണ്ടാകുന്നു. അത് പല രീതിയിലാവാം. കല്യാണശേഷവുമാകാം. അതുപോലെ ജോലി സംബന്ധമായും പല ദേശങ്ങളിൽ മാറിക്കഴിയേണ്ടതായിട്ടുള്ള അവസ്ഥ ഈ വ്യക്തികൾക്ക് ഉണ്ടാവുവാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇവരുടെ കുട്ടിക്കാലം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതും അതുപോലെ ആരോഗ്യപരമായി എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. തൈറോയിഡ് പോലെ ഉള്ള രോഗങ്ങൾ ഇവർക്ക് വരുവാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ വ്യക്തികൾക്ക് പ്രവർത്തന മേഖലയിൽ ഇവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്നു. അതുമൂലം ഇവരെ എല്ലാവരും അംഗീകരിക്കുകയും ഇവരുടെ സ്ഥാനക്കയറ്റവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരിൽ ഉണ്ടാകുന്നു. ഇവരുടെ മനസ്സിൽ എപ്പോഴും സങ്കടം നിറഞ്ഞതായിരിക്കും. മനസ്സിന് ഒരു സുഖമില്ലാത്ത നക്ഷത്രം എന്ന് തന്നെ പറയാം. എപ്പോഴും വിഷമം നിറഞ്ഞവരായിരിക്കും. 5 ദിവസം നല്ല രീതിയിലുള്ള സന്തോഷമുണ്ടെങ്കിൽ 5 ദിവസം വിഷമം നിറഞ്ഞ ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. വളരെ സത്യസന്ധരാണ് അനിഴം നക്ഷത്രക്കാർ. സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രാധാന്യം കാണിക്കുന്ന ഒരു നക്ഷത്രവുമാണ് അനിഴം നക്ഷത്രം. എല്ലാത്തിനെയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ, പ്രകൃതിയാവട്ടെ, മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഇവരെ എല്ലാവരെയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ. ഏത് മേഖലയിൽ ഇവർ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ വിജയം കണ്ടെത്തും എന്നുള്ളത് തീർച്ചയാണ്. ബന്ധുക്കളിൽ നിന്നും ഒരുപാട് ക്ലേശാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാം. ഒരു കാര്യത്തിൽ എടുത്തു ചാടുമ്പോൾ ഇവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പല രീതിയിലാകാം. ജോലി സംബന്ധമായിട്ടുമാവാം. അതുപോലെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ തന്നെ അത് വളരെയേറെ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. വളരെയേറെ സഹായികളാണ്. എല്ലാവരെയും എപ്പോഴും സഹായിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ. അതുകൊണ്ട് ഇവരിൽ പലരും ചതിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ചതിക്കപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ സഹായിക്കുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉപദ്രവമായി വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയും
വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് വിഷമപ്പെടുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അനിഴം നക്ഷത്രം. ഇവരുടെ സ്വന്തം കാര്യത്തേക്കാൾ മറ്റെല്ലാ കാര്യവും ഇവർക്ക് നോക്കുവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുപോലെ വളരെയേറെ ദൈവവിശ്വാസം ഉള്ള ഒരു നക്ഷത്രക്കാരുമാണ് അനിഴം നക്ഷത്രക്കാർ. എപ്പോഴും അമ്പലത്തിൽ പോകുക, എപ്പോഴും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെയേറെ വിശ്വാസം കൂടിയ ഒരു നക്ഷത്രം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർ. അതുപോലെ ഈ നക്ഷത്രത്തിന്റെ അധിപൻ, നക്ഷത്രാധിപൻ ശനിയാണ്. രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അതുപോലെ ചന്ദ്രന്റെ നീചരാശിയുമാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയാണ് ഇവരുടെ രാശി. അപ്പം എന്തായാലും ഈ രാശിയുടെ അധിപൻ ചൊവ്വയായതുകൊണ്ട് മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതും മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. നക്ഷത്രാധിപൻ ശനി ആയതുകൊണ്ട് ശനീശ്വര പൂജയും അതുപോലെ ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് സംബന്ധമായി ബന്ധപ്പെട്ട പൂജകൾ നടത്തുന്നതും ശബരിമല ദർശനവും ഉത്തമമായി കരുതപ്പെടുന്നു. ഭദ്രകാളി ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. ചന്ദ്രൻ നീചരാശിയിലായതുകൊണ്ട് ചന്ദ്രാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് പൂർണ്ണ ഉത്തമവുമായി കണ്ടുവരുന്നു. ഈ നക്ഷത്രക്കാർക്ക് മധ്യമരജ്ജു ദോഷമുള്ളത് കൊണ്ട് 9 നക്ഷത്രങ്ങൾ വിവാഹത്തിന് സ്വീകരിക്കുവാൻ പാടില്ല. ഭരണി, പൂരം, പൂരാടം, പൂയം, അവിട്ടം, ചിത്തിര, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ സ്വീകരിക്കുവാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.